വെറ്റില ചെല്ലവുമായി സൂര്യൻ ഇതുവരെ ഉദിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ കാലത്ത് തന്നെ യാത്ര തുടങ്ങി. സമയം 4:15. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഒരു കുഞ്ഞു മുഖമാണുള്ളത്. ആളുകൾ വട്ടമിട്ട് നിൽക്കിയ പ്രഭാതത്തിൽ ആദ്യമായി കണ്ട തേജോരൂപം ഇന്നും ഓർമ്മിക്കുന്നു. കുഞ്ഞിപ്പെണ്ണിന് കുഞ്ഞിരാമൻ്റെ വരികൾ തന്നെ ഇരിക്കട്ടെ. കുഞ്ഞിയുടെ കൗതുക കാഴ്ചകൾക്ക് ഇന്ന് 28 ദിവസം പൂർത്തിയാകുകയാണ്. മോളുടെ ആദ്യത്തെ വിശേഷ ദിനം, പേരിടയിൽ ചടങ്ങ്. അല്പം വൈകിയെങ്കിലും ആ ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏറെ നാളായി എല്ലാവരും ഒന്ന് കണ്ടിട്ട്, കൂട്ടായി യാത്ര ചെയ്തിട്ട്. ആചാരങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറച്ചാർത്തുമുണ്ട്. 6 മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തണം. വന്ദേ ഭാരതാണ് ലക്ഷ്യം. അവിടെ എത്തിച്ചേരാനും ഉണ്ട് കുറേ ആൾക്കാർ. ഇനി എല്ലാവരും കൂടി ഒന്നിച്ചുള്ള യാത്രയായിരിക്കും ഏറെ രസം. അപ്പോൾ പട്ടാമ്പിയിലേക്കുള്ള യാത്രാവിശേഷങ്ങൾ ഒന്നൊഴിയാതെ കാണാം. കൂകിപ്പായാതെ തീവണ്ടി എത്തി. ചീറിപ്പാഞ്ഞെത്തിയ വന്ദേഭാരതിൽ കയറി എല്ലാവരും അവരുടെ സ്ഥാനം ഉറപ്പിച്ചു. അങ്ങനെ നമ്മുടെ യാത്രയിലെ ഒരു പ്രധാന താരം ഇന്ന് വന്ദേഭാരത് കൂടിയാണ് കേട്ടോ. പട്ടാമ്പിയിലേക്കുള്ള യാത്രാ ദൂരം ആലോചിച്ചപ്പോൾ കാർ, ബസ്, ട്രെയിൻ മുതലായ ചിന്തകൾക്കുള്ളിൽ ഒടുവിലെത്തിയത് വന്ദേഭാരത് തന്നെയാണ്. യാത്രാക്ഷീണമില്ലാതെ യാത്ര ചെയ്യാൻ വൺ ഡേ യാത്രയ്ക്ക് വന്ദേഭാരത് തന്നെ ബെസ്റ്റ് എന്ന് ഒടുവിൽ വിചാരിച്ചു. ആദ്യം വന്ദേഭാരത് കയറിയത് കുഞ്ഞമ്മയാണ്. ട്രിവാൻഡ്രത്തു നിന്നാണ് കുഞ്ഞമ്മ കയറിയത്. സീറ്റ് അല്പം ദൂരെ ആയതുകൊണ്ട് ഞങ്ങളെ തിരക്കി കുഞ്ഞമ്മ എത്തി. അതിനിടയിൽ അവിചാരിതമായി മെഡിക്കൽ കോൺഫറൻസിന് പോകുന്ന കുഞ്ഞമ്മയുടെ കുറേയേറെ ഡോക്ടർ സുഹൃത്തുക്കളെയും കാണാൻ സാധിച്ചു. അങ്ങനെ ഈ യാത്ര പരിചയം പുതുക്കലിൻ്റെ വേദി കൂടിയായി. ട്രെയിനിനകത്തായിട്ടും കുടുംബനാഥയുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. 2 പേരക്കുട്ടികളായില്ലേ, ഇനി ട്രെയിനിൽ കയറിയാൽ ഉടനെ അങ്ങനെ ഉറങ്ങാമോ എന്നാണ് അമ്മയുടെ ഭാഷ്യം. സാധാരണ ട്രെയിനിൽ കയറിയാൽ ഉടനെ ഉറങ്ങുന്ന അമ്മ ഇന്ന് ഫുൾ ചാർജിലാണ്. ഭക്ഷണം നേരത്തെ ബുക്ക് ചെയ്തതാണ്. എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അവർക്ക് ചായ കിട്ടിയോ ഭക്ഷണം കിട്ടിയോ എന്നൊക്കെയുള്ള ആകുലതയിലാണ് അമ്മ. കൂടാതെ സുഖമായി യാത്ര ചെയ്യുന്നവരെ ഇടയ്ക്കിടയ്ക്ക് കുലുക്കി ഉണർത്തി സുഖമാണോ എന്ന് അന്വേഷിക്കുന്നത് അമ്മയുടെ മറ്റൊരു വിനോദം. പൂച്ചൂടാൻ മറന്നുപോയ ഞങ്ങൾക്ക് ഒരു പൂക്കാലം തരികയാണ് മാമി. നല്ല ഭംഗിയായി അടുക്കി കെട്ടിയ പിച്ചിപ്പൂക്കൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി പകുത്തു നൽകുകയാണ്. സുഗന്ധത്തിൽ മുല്ലയേക്കാൾ ഒരുപടി മുന്നിൽ പിച്ചി തന്നെ. കമ്പാർട്ട്മെൻറ്റിൽ നിറയെ പിച്ചിപ്പൂവിൻ്റെ സൗരഭ്യം നിറഞ്ഞു. അന്നവിചാരം, മുന്നവിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം എന്നാണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണങ്ങളെന്നറിയാം. ആദ്യം എത്തിയത് മസാല ചായയും ഓട്സ് കുക്കിയും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നീടാണ് പ്രാതൽ എത്തിയത്. പ്രാതലിന് ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ അൻസാരിയായിട്ട് റവ കേസരി, ചോക്കോപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രാതൽ വിഭവസമൃദ്ധമാക്കാൻ വടയും ചമ്മന്തിയും ഒപ്പമുണ്ട്. വെജിറ്റബിൾ കുറുമ വേണ്ടുന്നവർക്ക് അതുമുണ്ട്. യാത്ര പെട്ടെന്ന് അവസാനിച്ചതുപോലെ. നീളാനദി പ്രത്യക്ഷയായി. ഇവിടെ എത്തുമ്പോൾ ഒരുപാട് കഥകൾ, നോവലുകൾ, സിനിമകൾ ഒക്കെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു പോകും. മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എം.ഡിയുടെ കഥകളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും. മറുകരയിലകലെ ഇരുമ്പുപാലം വിറപ്പിച്ചുകൊണ്ട് വണ്ടിച്ചക്രങ്ങൾ ഇരമ്പിയുരുളുന്നു എന്നെഴുതാൻ എം.ഡിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക. മലവെള്ളം സ്വപ്നം കണ്ട് ഉണങ്ങിയ പുഴ എന്ന കാലത്തിലെ വരികളും സുമിത്രയും സേതുവിനെയും ഒക്കെ ഓർമ്മിക്കുന്നു. കഥാപാത്രങ്ങളായല്ല, അവരിപ്പോഴും ഇവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നൊരു പ്രതീതി. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ എത്തിയിരിക്കുന്നു. എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടിയുടുപ്പിട്ട് സുന്ദരിമണിയെ കാണാൻ ഇനി കുറച്ച് സമയം മാത്രം ബാക്കി. യാത്രാക്ഷീണമില്ലാതെ ഞങ്ങളെ ഇവിടെ എത്തിച്ച വന്ദേഭാരതിന് ഒരു തൽക്കാല വിട വാങ്ങാം. ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാം. പോകാനുള്ള മിനി ബസ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എല്ലാവരും. കുഞ്ഞുമാവയുടെ ഒരുക്കങ്ങൾ കാണാനും സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ എല്ലാവർക്കും ധൃതിയായി. ഇനി ചടങ്ങ് പ്രധാന വേദിയിലാണ്. ഈ യാത്ര ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്.
പേരിടിയിൽ ചടങ്ങിലേക്കുള്ള യാത്രയും അതിൻ്റെ വിശേഷങ്ങളും മാത്രമായിരുന്നു ഉദ്ദേശം. എങ്കിലും ചരടുകെട്ടിൻ്റെ വിശേഷങ്ങൾ കുറച്ചെങ്കിലും ഉൾപ്പെടുത്താതെ ഇത് പൂർണ്ണമാവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. അച്ഛൻ പദവിയിൽ നിൽക്കുന്ന കുഞ്ഞനിയനെ കണ്ടപ്പോൾ ക്യാമറയൊന്ന് പാടി. ഞങ്ങൾ മാച്ചിങ് ആണെന്നൊക്കെ വലിയ ഗമയിലടിക്കുകയാണ് കേട്ടോ. കുഞ്ഞുവാവ ഇന്ന് അല്പം പിണക്കത്തിലാണ്. കുഞ്ഞുവാവെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ് മാളും. ശരിയാണല്ലേ, കുഞ്ഞിൻ്റെ ഫ്രോക്കും അച്ഛൻ്റെ ഫ്രോക്കും ഒരേ പാറ്റേൺ തന്നെ. സൂര്യൻ ഒതുക്കി അസ്തമിക്കുകയും ചെയ്യുമ്പോഴല്ലാതെ പിന്നെ നമ്മൾ ഈ കിഴക്കും മടക്കമൊക്കെ ആലോചിക്കുന്നത് ഇതുപോലുള്ള ചടങ്ങിന് മാത്രമാണ്. ഇതാ ഇപ്പോൾ അമ്മ കിഴക്കോട്ടും അച്ഛൻ മറ്റൊരു ദിക്കിലേക്ക് പോയി. ഇനി അച്ഛനെ കിഴക്കോട്ടിരുത്തി ചടങ്ങ് ആരംഭിക്കണം. ഇവരെപ്പോഴും വലിയ അച്ഛനും അമ്മയെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. തുമ്പിപ്പെണ്ണായിട്ട് പറന്നു നടന്ന മാളു ഇപ്പോൾ കുഞ്ഞു തുമ്പിയെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യാണ്. ചരട് കെട്ടി കരിവളയിട്ടു പൊട്ടുകുത്തി വാവയ്ക്ക് ഔദ്യോഗിക നാമവും കിട്ടി, ഋത്വി തേജസ്. ഞങ്ങൾക്ക് പൊന്നും വേണ്ട പൊട്ടും വേണ്ട എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വാവക്കുട്ടി. പട്ടാമ്പിയിൽ വീട്ടിലും കൂടെ പോയിട്ട് ഞങ്ങൾ മടങ്ങി. അപ്പോഴേക്കും വെട്ടപ്പൊട്ടും ചേർത്തി വന്ദേഭാരതും എത്തി. ഇനി എല്ലാവരും വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. കിളികളും ഞങ്ങളും സൂര്യനും എല്ലാവരും. എന്ത് പെട്ടെന്നാണ് നല്ല നിമിഷങ്ങൾ പാസ്റ്റിലേക്ക് പോയിട്ട് ഫോട്ടോകൾ മാത്രമായിട്ട് മാറുന്നത്. വിലപ്പെട്ട കുറേ നിമിഷങ്ങൾ ചിത്രങ്ങളാക്കി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വട്ടം കാണാം. അതുവരേക്കും ബൈ.